ഹലോ വെൽക്കം ടു സീറോ ടു എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെമ്മിലെ മഹാത്മാഗാന്ധി എന്ന സബ്ജക്റ്റാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബ്ലോക്ക് 1 ഏർലി ഇയേഴ്സ് ഓഫ് ഗാന്ധിൻ്റെ ഏർലി ഇയേഴ്സ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാനിതിൻ്റെ ഒരു ബ്രീഫ് ചെയ്ത് തരാം. ഓക്കെ, ആദ്യം ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം എന്താണ് ഗാന്ധി ഇതിൽ പറയുന്നത് എന്നുള്ളത്. നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഗാന്ധിയുടെ ജീവിതമാണ്. ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധിയുടെ ജീവിതമാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഗാന്ധിജിൻ്റെ ആദ്യകാല ഏർലി ഇയേഴ്സ് ഓഫ് ഗാന്ധി. നമ്മൾ കണ്ട പോലെ ആദ്യകാല ജീവിതമാണ് ഗാന്ധിൻ്റെ ആദ്യകാല ജീവിതം. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിൻ്റെ ജനനവും കുടുംബവും 1969 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, പോർബന്തറിൽ ജനിക്കുന്ന ഗാന്ധി. അച്ഛനാര, അമ്മയാര, പിന്നെ കരംചന്ദ് ഗാന്ധിയും പുത്ലിബായും. അതുപോലെ തന്നെ സാംസ്കാരിക സ്വാധീനം, അദ്ദേഹത്തെ ആദ്യ കാലഘട്ടത്തിൽ വൈഷ്ണവിസും അതുപോലെ തന്നെ ജൈനമതവും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഹിംസ, സഹിഷ്ണുത. ആദ്യകാല വിവാഹം 13-ാം വയസ്സിലാണ് കസ്തൂർബ ഗാന്ധി ആയിട്ടാണ് വിവാഹം. അച്ഛൻ്റെ മരണം 1885-ലാണ്. 1885 കോൺഗ്രസ് ഫോം ചെയ്യുന്ന 1885-ലാണ്. ഓക്കെ, ആത്മപരിശോധന. ഓക്കെ, ഇത് പിന്നീട് പറയുന്നത് ഇതാകെ ഗാന്ധിജിയുടെ ജീവിതം വിദ്യാഭ്യാസ തീരുമാനങ്ങളാണ്. ഗാന്ധിജി എന്താ പഠിച്ചത്? ഗാന്ധിജി ഒരു ലോയർ ആയിരുന്നു അല്ലേ? നിയമ പഠനം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇന്നർ ടേബിൾ ലോ കോളേജിൽ അവിടെ പഠിക്കുന്നു. ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ അവിടുന്ന് കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഗാന്ധിജിൻ്റെ ജീവിതത്തിൽ ഇംഗ്ലണ്ടിലെ വെല്ലുവിളികളുണ്ട്. സാംസ്കാരിക വെല്ലുവിളി, വെജിറ്റേറിയൻ പാലിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയായിരുന്നു ഗാന്ധിക്ക്. അതുപോലെ തന്നെ ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റിയിൽ ഒക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മവിശ്വാസ വർധന ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സാംസ്കാരിക വെല്ലുവിളി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് പറയുന്നത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയിൽ തുടരൽ. ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വോട്ടവകാശ ബില്ല് ഉണ്ടാക്കി. അതുപോലെ തന്നെ സാമൂഹിക നീതിക്കായി, ദക്ഷിണാഫ്രിക്കക്കാരുടെ സാമൂഹിക നീതിക്കായി ഗാന്ധിജി അവിടെ നിലകൊണ്ടു. അങ്ങനെ അവിടെ പിന്നെ വർണ്ണവിവേചനം, റെയിൽവേ ഹോട്ടലിലും അനുഭവങ്ങൾ ഗാന്ധിക്ക് വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിക്ക് ഉണ്ടാകുന്നുണ്ട്. ഗാന്ധി ഒരു ട്രെയിനിന് ഗാന്ധിനെ ഇറക്കി വിടുന്നൊക്കെ ഉണ്ട്. നീതിബോധത്തോടുള്ള പ്രതിബദ്ധത അതുണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ സത്യാഗ്രഹം, പിന്നെ ലാസ്റ്റത്തെ സത്യാഗ്രഹ തത്വശാസ്ത്രമാണ്. അതിൽ സത്യവും അഹിംസയും, 1919 റൗലറ്റ് ആക്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിൻ്റെ ഈ ടെക്സ്റ്റിലുള്ളത്. ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നാൽ നല്ലൊരു മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് വായിച്ചാൽ, ഒറ്റ ലാപ്പിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഗാന്ധിയുടെ ജനനവും കുടുംബവുമാണ് ആദ്യം പറയുന്നത്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ പോവാം. ഇതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഹാത്മാഗാന്ധി എവിടെ, ഏത് വർഷം ജനിച്ചു? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തൊഴിൽ എന്തായിരുന്നു? ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിക്കുന്നത്. കരംചന്ദ് ഗാന്ധി പോർബന്തറിൽ പിന്നീട് രാജ്കോട്ടിൻ്റെയും ദിവാൻ ആയിരുന്നു കേട്ടോ. അമ്മ പുത്ലിബായി അതീവ ഭക്തിയായിരുന്നു. ഹൗ ഡിഡ് കൾച്ചറൽ, മലയാളത്തിൽ ചോദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോർബന്തറിലെ സാംസ്കാരിക പശ്ചാത്തലം ഗാന്ധിയുടെ ആദ്യകാല മൂല്യങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? അപ്പം എന്താ വെച്ചാൽ പോർബന്തറിലെ പിന്നെ സാംസ്കാരിക കാര്യങ്ങൾ ഗാന്ധിയെ സ്വാധീനിച്ച എന്താണ്? ഗാന്ധിയുടെ വീട് വൈഷ്ണവിസത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും സ്വാധീനത്തിലായിരുന്നു. ഇത് അഹിംസയും ആത്മശുദ്ധീകരണത്തിനായുള്ള ഉപവാസവും പ്രോത്സാഹിപ്പിച്ചു. വിവിധ വിശ്വാസങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുത അദ്ദേഹത്തെ വളർത്താനും ഇത് സഹായിച്ചു. ഇംഗ്ലണ്ടിലെ നിയമ പഠനമാണ് പിന്നീട് പറയുന്നത്. ഗുജറാത്തിലെ ഉന്നത പദവികൾക്കായി ബാരിസ്റ്റർ യോഗ്യത ആവശ്യമായിരുന്നു. അതിനാൽ ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി ആവശ്യമായിരുന്നു. ഓക്കെ, 1888 സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിലെത്തിയ ഗാന്ധി ലണ്ടനിലെ ഇന്നർ ടെബിൾ ലോ കോളേജിൽ ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം ഇംഗ്ലീഷും ലാറ്റിനും പഠിച്ചു. ഓക്കെ,
ലണ്ടനിലെ വെല്ലുവിളികളും വിശ്വാസവും എന്താണ്? ലണ്ടനിൽ ഗാന്ധി നേരിട്ട പ്രധാന സാംസ്കാരിക വെല്ലുവിളി എന്തായിരുന്നു വെച്ചാൽ, മാംസഭക്ഷണം സാധാരണമായ ലണ്ടൻ നഗരത്തിൽ ഗാന്ധി വെജിറ്റേറിയൻ ആയിരുന്നു, പാലിക്കലായിരുന്നു ഗാന്ധിക്ക് നേരിട്ട പ്രധാന വെല്ലുവിളി. അദ്ദേഹം ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചേരുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ തുടരാനുള്ള കാരണം പറയുന്നത് 1894 ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് പകരം ദക്ഷിണാഫ്രിക്കയിൽ തുടരാൻ ഗാന്ധി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം. ഓക്കെ. ഇന്ത്യക്കാരുടെ വോട്ടവകാശം റദ്ദാക്കുന്ന ഒരു ബില്ലിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ